എൻ്റെ ചിത്രങ്ങളിൽ പൊതുവെ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ചിത്രങ്ങളിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന്. സത്യത്തിൽ ഞാനത് എന്നെ ഉൾപ്പെടാതെ, എന്നെ കൂട്ടിച്ചേർക്കാതെ ഒരു ചിത്രം പൂർത്തിയാവില്ല എന്നതാണ് സത്യം. കാരണം വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ഞാനുണ്ട്, എൻ്റെ കാഴ്ചകളാണത്. അതായത് ഞാൻ ഉൾപ്പെടുന്നത് മാത്രമാണ് എൻ്റെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഉൾപ്പെട്ടുകൊണ്ടുള്ള ചിത്രരചന എന്ന് പറയുന്നത് എൻ്റെ സത്യം, എൻ്റെ യാഥാർത്ഥ്യം, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാനതിൽ വേണമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ എന്നെ വരച്ചു വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. ബാബുമാഷയുടെ ചിത്രത്തിൽ കുറോസവയുടെ സിനിമയുടെ ഒരു ഇമേജ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ കുറോസവയുടെ കാലത്ത്, അല്ലെങ്കിൽ അത് വാൻഗോഗിൻ്റെ കാലം, അല്ലെങ്കിൽ ബാബുമാഷയുടെ കാലം, ആ കാലം 3 കാലത്തിലൂടെ ഒരു സഞ്ചാരം കൂടിയാകാം. അത് ആ കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവം കൂടിയാകാം ആ ചിത്രം. അതേപോലെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന വാൻഗോഗിൻ്റെ ഒരു ചിത്രം, ആ ചിത്രത്തിനെ അദ്ദേഹം തൻ്റെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വാൻഗോഗ് പ്രണയിനിക്ക് വേണ്ടി ചെവി മുറിച്ച് കൊടുത്ത ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ വാൻഗോഗിൻ്റെ സംഘർഷം, ആ വാൻഗോഗിൻ്റെ സംഘർഷത്തിലേക്ക് ആ സംഘർഷം അനുഭവിച്ച ആ വാൻഗോഗിലേക്ക് ചിത്രകാരനായ ബാബുമാഷ് ആ വാൻഗോഗിൻ്റെ ഇമേജിലേക്ക് കടന്നു വരുമ്പോൾ ബാബുമാഷ കാലഘട്ടം, ആ കാലഘട്ടം കൂടി ആ ചിത്രത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. സത്യത്തിൽ നമ്മളെ ഈ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അത് എല്ലാ ഇസങ്ങളും കൂടി ചേർന്നിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇംപ്രഷൻസ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, സർറിയലിസം ആയിക്കോട്ടെ, എല്ലാ ഇസങ്ങളും നിങ്ങൾക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഇതിൽ കാണാം. അതായത് ഉദാഹരണമായിട്ട് സർറിയലിസം എന്ന് പറയുന്നത് 10 തലയുള്ള രാവണനുണ്ട് നമുക്ക്, അതുപോലെ ഗണപതിയുണ്ട്, അതേപോലെ ജാമിതീയ രൂപങ്ങളുടെ ഏറ്റവും അമൂർത്തമായ ഘടനയുള്ള നടരാജനുണ്ട്. അതിലൊക്കെ ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പലതരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല രചനാ ശൈലി കൊണ്ടും ഒക്കെ, നമ്മൾ ഈ രീതി കൊണ്ടുമൊക്കെ വളരെ സമ്പന്നമാണ് നമ്മുടെ ഭാരതീയത. അപ്പോൾ ആ ഭാരതീയത നമ്മുടെ ഉള്ളിലൊക്കെ, ഓരോ ഭാരതീയൻ്റെയും ഉള്ളിലുള്ളത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ വരയിൽ ചിലപ്പോൾ സർറിയലിസം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. നമ്മളിവിടെ നിലവിലുള്ള, നമുക്ക് വളരെ പരിചിതമായ ഒരു സംഗതി തന്നെയാണ് സർറിയലിസം എന്ന് പറയാവുന്നത്.